താലി രചനാ സംഭാഷണം രുദ്രപ്രിയ. കൂട്ടുകാരെ, ആദ്യമേ തന്നെ സ്റ്റോറി ലേറ്റാകുന്നതിന് ക്ഷമ ചോദിക്കുന്നു. മോൾ 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ എക്സാമും മറ്റുമായി സ്കൂൾ പാരൻസ് മീറ്റിംഗ് അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് സമയക്കുറവ് മൂലമാണ്. അതുകൊണ്ട് എല്ലാവരും കാത്തിരിക്കുമെന്നും വിശ്വാസമുണ്ട്. ഒരുപാട് വൈകിപ്പിക്കാതെ സ്റ്റോറികൾ തന്നു തീർക്കാൻ ശ്രമിക്കാം. അപ്പോൾ കഥയിലേക്ക് പോകാം. സാർ, വിവാഹം കഴിഞ്ഞ് മാസം 3 ഇതുവരെ ഞങ്ങളെ പരിഗണിച്ചില്ല. ഓഫീസിൽ ചെന്ന പാടെ ജയന് നേരെ അക്കൗണ്ടൻറ്റിൻ്റെ ചോദ്യമെത്തി. ഓരോരോ പ്രശ്നങ്ങളായിരുന്നടോ. ഇപ്പോൾ എല്ലാം ഒഴിഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കുള്ള പാർട്ടിയുടെ കാര്യം ഉടനെ തന്നെ അറേഞ്ച് ചെയ്യാം. ജയൻ ബാക്കി ജോലികളിൽ മുഴുകി. നേരത്തെ ഇറങ്ങണം. ദേവി രാവിലെ ഓർമ്മിപ്പിച്ചതാണ് അമ്മുവിനെ കാണാൻ പോകുന്ന കാര്യം. രാവിലെ വിളിച്ചപ്പോൾ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ചെക്കപ്പ് കഴിഞ്ഞ് പോയാൽ മതിയെന്നും. ജയൻ ഇറങ്ങാൻ നേരം ദേവി വിളിച്ചിരുന്നു. കുട്ടേട്ടൻ ഇറങ്ങിയോ? ഇറങ്ങാൻ പോകുക പെണ്ണേ, വൈകല്ലേ. ഇപ്പോൾ തന്നെ നേരെ ഒരുപാടായി. അവിടെ പോയിട്ട് പെട്ടെന്ന് ഇറങ്ങാമെന്ന് വെച്ചാൽ. ഓ, ഞാൻ ഇറങ്ങി. ദേവി മോളെ വേഗം ഒരുക്കി ഇറക്കി. കുഞ്ഞി പാൻറ്റും ടീഷർട്ടും. അവൾക്ക് ചിരി വന്നു. പാൻറ്റും ടീഷർട്ടും ഇട്ട് കുണുങ്ങി താറാവിനെ പോലെ നടക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ. ദേവി ചുവപ്പിൽ കറുത്ത ബോർഡറുള്ള സാരി ഉടുത്തു. ഒറ്റ പ്ലേറ്റിലിട്ടു. മുടി പിന്നി ക്ലിപ്പ് ചെയ്തു. നെറുകിൽ സിന്ദൂരവും. മഹേശ്വരിയമ്മ മോളെയും എടുത്ത് റൂമിന് പുറത്തേക്ക് വന്നു. അമ്മുമോളുടെ വിശേഷം അറിഞ്ഞപ്പോൾ സന്തോഷം തോന്നി. നിങ്ങൾ പോയി കണ്ടിട്ട് വായോ. അമ്മയുടെ അന്വേഷണം പറയണേ മോളെ ഭവാനിയോട്. അമ്മുമോളെ കാണാൻ അമ്മ വരുന്നുണ്ടെന്ന് പറയണം കേട്ടോ. അവൻ ഇറങ്ങിയില്ലേ മോളെ ഓഫീസിൽ നിന്ന്? ഞാൻ വിളിച്ചപ്പോൾ ഇപ്പോൾ ഇറങ്ങുമെന്ന് പറഞ്ഞതാണമ്മേ. മോൾ എന്തായാലും അവനെ ഒന്നുകൂടി വിളിച്ചു നോക്ക്. ദേവി വിളിക്കാനായി മൊബൈൽ കയ്യിലെടുത്തപ്പോഴേക്കും ഗേറ്റ് കടന്ന് ജയൻ്റെ കാർ മുറ്റത്തേക്ക് വന്നു നിന്നു. അച്ഛാ, അമ്മ, അമ്മ. മാതുമോൾ ജയനെ കണ്ടപ്പോൾ കൈകൊട്ടി വിളിച്ചു. അമ്മയും മോളും റെഡിയായി നിൽക്കുകയാണോ? ഒരു 10 മിനിറ്റ്, ഞാനൊന്ന് ഫ്രഷായിട്ട് വേഗം വരാം. മാതുമോളുടെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ദേവി ജയൻ്റെ പിന്നാലെ ചെന്നു. വാഷ്റൂമിൽ കയറിയപ്പോൾ അവൻ ഇടുന്നതിനുള്ള ഡ്രസ്സ് ദേവി എടുത്ത് ബെഡിൽ വെച്ചു. ഫ്രഷായി വന്ന ജയൻ ദേവി എടുത്തു വെച്ച ജീനും ടീഷർട്ടും എടുത്ത് അണിഞ്ഞു. സ്പ്രേയും അടിച്ച് വാച്ചും കെട്ടി പേഴ്സ് ജീനിൻ്റെ പോക്കറ്റിലേക്ക് വെച്ച് വലത് കൈയിലെ ബ്രേസ്ലെറ്റ് നേരെയാക്കി. ദേവി അലമാരയിൽ ചാരി നിന്ന് ജയനെ തന്നെ ഉറ്റുനോക്കി. ആദ്യമായാണ് ദേവി ജയനെ ഇത്രമാത്രം ശ്രദ്ധിക്കുന്നത്. കട്ടിമീശയും ട്രിം ചെയ്ത് ഒതുക്കി വെച്ച താടിയുമാണ്. കുഞ്ഞി കണ്ണുകൾ, വീതി കൂടിയ നെറ്റിയും. 6 അടിയിൽ കൂടുതൽ പൊക്കമുണ്ട്. ദേവിയും ജയനും ഒന്നിച്ചു നിന്നു കഴിഞ്ഞാൽ ദേവൻ്റെ നെഞ്ചൊപ്പം മാത്രമേ ദേവിക്ക് പൊക്കമുള്ളൂ. അവനെ തന്നെ നോക്കിയ കണ്ണും ഇടിഞ്ഞു നിൽക്കുന്ന പെണ്ണിൻ്റെ അടുത്തേക്ക് ജയൻ വന്നു. എന്താണ് ഭാര്യയെ സ്വന്തം മുതൽ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം ചേർത്ത് വെച്ച് അവനങ്ങനെ ചോദിച്ചപ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്നും വമിക്കുന്ന സ്പ്രേയുടെ ഗന്ധം ദേവി ശ്വാസം ആഞ്ഞു വലിച്ചു. തൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് ജയൻ്റെ മുഖം. ദേവി പെട്ടെന്ന് അവനിൽ നിന്നും നോട്ടം മാറ്റി. എന്താ കുട്ടേട്ടാ, എന്താ പറഞ്ഞത്? ആഹാ, അപ്പോൾ മാഡം സ്വപ്നലോകത്തായിരുന്നു. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? സ്വന്തം മുതൽ തന്നെ ഇങ്ങനെ നോക്കി വെള്ളമിറക്കേണ്ട കാര്യമുണ്ടോയെന്ന്. അതിന് ഞാൻ നോക്കിയില്ലല്ലോ. നോക്കിയില്ലേ? അവളുടെ മുഖത്തേക്ക് അല്പം കൂടി മുഖമടുപ്പിച്ച് ജയൻ ചോദിക്കുമ്പോൾ അവൻ്റെ പേലുകൾ തിങ്ങി നിൽക്കുന്ന കണ്ണുകൾ കണ്ടപ്പോൾ അവൾ ആ കണ്ണുകളിലെ ആഴങ്ങളിലേക്ക് പെട്ടുപോയി. ജയൻ വലത് കൈകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ പിടിച്ച് മാറോട് ചേർത്തു. അവളുടെ കണ്ണുകൾ പതിയെ ഊതി വിട്ടു. ദേവി കണ്ണുകൾ അടച്ചു. നമുക്ക് പോവണ്ടേ മോളെ? കണ്ണുകൾ തുറക്കാതെ തന്നെ ദേവി മൂളി. ഇങ്ങനെ നിന്നാൽ ഇന്ന് പോക്ക് നടക്കില്ല. പകരം മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും നടക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അമ്മുവിനെ കാണാൻ പോകുന്നത് പോലെ നിന്നെ കാണാൻ വരേണ്ടി വരും ആൾക്കാർ. ജയൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായപ്പോൾ ദേവിയുടെ കണ്ണുകൾ വിടർന്ന് വാ പൊളിഞ്ഞുപോയി. ജയൻ 2 വിരൽ കൊണ്ട് അവളുടെ വായ അടച്ചു വെച്ചു. എന്നാൽ പോകാം. അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ? പോയിട്ട് വാ മക്കളെ. എന്നാൽ അമ്മ സുധച്ചേച്ചിയെ വിളിച്ച് കൂട്ടിനിരുത്തിക്കോ. അതൊക്കെ ഞാൻ ചെയ്തോളാം, നിങ്ങൾ പോയേച്ചും വാ. കുട്ടേട്ടാ, നമുക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ സാധനം അമ്മൂന് വാങ്ങിക്കൊണ്ട് വേണം പോകാൻ. അതിനൊന്നും സമയമില്ല ദേവിയെ. അത് കേട്ടപ്പോൾ ദേവിയുടെ മുഖം വാടി. അത് ജയൻ കണ്ടു. താനൊന്ന് പിന്നിലേക്ക് നോക്കടോ. അവൾ പിന്നിലേക്ക് നോക്കുമ്പോൾ കണ്ടു
കാറിൻ്റെ പിൻസീറ്റിൽ കുറേ കവറുകൾ. ഇവളെയും കൊണ്ട് കടകളിൽ കയറി ഇറങ്ങുക എന്നത് മെനക്കേടാണ് പെണ്ണെ. അതുകൊണ്ട് ഞാൻ വരുമ്പോൾ തന്നെ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതുപോരെ? മതി. ദേവിയുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. ജയൻ സ്റ്റീരിയോ ഓണാക്കി. മോള് കാറിൽ കയറിയ ഉടനെ ഉറങ്ങി. ദേവി അവളെ മാറോട് ചേർത്ത് പിടിച്ചു. അവളുടെ മനസ്സ് നിറയെ താൻ പറയാതെ കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യുന്ന ജയനെക്കുറിച്ചുള്ള ഓർമ്മകൾ സന്തോഷം നിറച്ചു. കുറച്ചു മുന്നേ ജയനെ മതിമറന്ന് നോക്കിയതിനെക്കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. സ്റ്റീരിയോയിലൂടെ പാട്ടൊഴുകി വന്നു. അതിനിടയിൽ ദേവിയുടെ കൈ ജയന്റെ കൈയുമായി കൊരുത്തു പിടിച്ചു. ഇരുവരും വീടെത്തിയതറിഞ്ഞില്ല. ദേവി മോളെയും എടുത്തുകൊണ്ടിറങ്ങിയപ്പോൾ തൊട്ട് പിന്നാലെ തന്നെ ജയൻ പാക്കറ്റുകളുമായി വന്നു. കാറിൻ്റെ ഒച്ച കേട്ടപ്പോൾ തന്നെ ഭവാനിയമ്മയും ഹരിയും പുറത്തേക്കിറങ്ങി. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ദേവിയുടെ കണ്ണുകൾ ഇടതുഭാഗത്തേക്ക് നീണ്ടു. ദേവൻ്റെയും അമ്പുമോൻ്റെയും ചിത അവിടെയാണ്. അവളുടെ മനസ്സ് നീറി പിടഞ്ഞു. അത് മനസ്സിലാക്കിയതുപോലെ ജയൻ ദേവിയുടെ കയ്യിൽ നിന്നും മോളെ വാങ്ങി ഹരിയുടെ കൂടെ അകത്തേക്ക് നടന്നു. ദേവിയുടെ കാലുകൾ അവളുടെ പ്രിയപ്പെട്ടവൻ്റെ അടുത്തേക്ക് നീങ്ങി. ഭവാനിയമ്മ അവളെയും നോക്കിക്കൊണ്ട് ആ പടിക്കൽ തന്നെ നിന്നു. അമ്മ ഇങ്ങി വരൂ. ദേവി അല്പനേരം അവിടെ ഇരുന്നിട്ട് വരട്ടെ. ജയൻ വിളിക്കുമ്പോൾ അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ അവൻ്റെ നെഞ്ചിൽ ചാരി അകത്തേക്ക് നടന്നു. പലപ്പോഴും ജയനെ കാണുമ്പോൾ ഭവാനിയമ്മയ്ക്ക് ദേവൻ്റെ സാമീപ്യം അനുഭവപ്പെടും. ദേവൻ്റെ അതേ സംസാരവും ഭാവവും മറ്റുമൊക്കെ തന്നെയാണ് ജയനും. അതേ ആകാര പ്രകൃതിയും. ദേവി മുട്ടുകുത്തി ദേവൻ്റെയും മോൻ്റെയും ചിതയ്ക്ക് നടുക്കായിരുന്നു. ചുറ്റും ഭംഗിയുള്ള ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഒരു കളകൾ പോലുമില്ല അവിടെ പറിച്ചു കളയാൻ. അവിടെ ഇരിക്കുമ്പോൾ ദേവിയുടെ മനസ്സ് ദേവൻ്റെയും മോൻ്റെയും ഓർമ്മകളിൽ വിതുമ്പി. ദേവേട്ടാ, എൻ്റെ പൊന്നു ദേവേട്ടാ, എന്നോട് പിണക്കമാണോ ദേവേട്ടാ? ഞാൻ ചെയ്തത് തെറ്റാണോ? എന്നോട് എന്തെങ്കിലും പറയൂ ദേവേട്ടാ. അവൾ നിരേക്കമർത്തി. അവളെ തഴുകിക്കൊണ്ട് കുളിർ കാറ്റ് കടന്നുപോയി. ആ കാറ്റിന് ദേവൻ്റെ മണമായിരുന്നു. ഏറെ നേരം ദേവിയെ കാണാഞ്ഞ് ജയൻ പുറത്തേക്ക് വന്നു. ദൂരത്തുനിന്ന് കണ്ടു നിലത്തു വീണ് കിടക്കുന്നവളെ. കാലുകൾക്ക് വേഗത കൂടി ഓടുകയായിരുന്നു ജയൻ. നിലത്ത് കിടക്കുന്നവളെ ഇരു കൈയിലും കോരിയെടുത്തു. ദേവി, ഡീ മോളെ. ദേവി കണ്ണു തുറന്നില്ല. പക്ഷേ അടഞ്ഞ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. രണ്ടുപേരെയും കാണാഞ്ഞ് തിരക്കി വന്നതായിരുന്നു ഹരി. വരുമ്പോൾ കണ്ട കാഴ്ച നിലത്ത് വീണ് കിടക്കുന്ന ഏട്ടത്തിയെയും താങ്ങിയെടുക്കുന്ന ജയനെയുമാണ്. ജേട്ടാ, എന്താ ഏട്ടത്തിക്ക്? ഒന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. ഇയാളെ കാണാതെ ഞാൻ തിരക്കി വന്നതായിരുന്നു. അപ്പോൾ ദത്തൻ്റെ കുഴിമാടത്തിനടുത്ത് ഇയാൾ വീണ് കിടക്കുന്നു. ഏട്ടത്തിയുടെ മനസ്സിലിപ്പോഴും ഏട്ടനും മോനും വേദനിക്കുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകളൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല ഹരി. പ്രിയപ്പെട്ടവരുടെ നിർബന്ധങ്ങൾക്ക് മുന്നിൽ അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി മറ്റൊരു ജീവിതത്തിലേക്ക് കയറി ചെന്നാലും അവരുടെ നീറുന്ന ഓർമ്മകൾ തങ്ങളിൽ ബാക്കിയുണ്ടാകും. അത് ദേവിക്കാണെങ്കിലും എനിക്കാണെങ്കിലും അങ്ങനെയാണ്. മനസ്സിൽ ആരും കാണാത്ത കോണിൽ അവർക്കായി ഒരു സ്ഥാനമുണ്ടാകും. ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ചിലപ്പോൾ ആ ഓർമ്മകൾ നമ്മളെ തേടി വരും, വേദനിപ്പിക്കും. അവളെയും കൊണ്ട് വീടിനുള്ളിലേക്ക് കയറുമ്പോൾ ഭവാനിയമ്മ നിലവിളിയോടുകൂടി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. എന്തു പറ്റി ജയ? എൻ്റെ മോൾക്ക് എന്തു പറ്റി? അവർ നിലവിളിച്ചു. ഒന്നുമില്ലമ്മേ. ഏട്ടത്തി ഏട്ടൻ്റെ കുഴിമാടത്തിനടുത്ത് കിടക്കുകയായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ. അമ്മ അല്പം വെള്ളം എടുത്ത് വയ്ക്കൂ. ഏട്ടത്തിയോട് ഇതിനെക്കുറിച്ച് ഇനി ചോദിക്കാനൊന്നും നിൽക്കണ്ട. അത് കൂടുതൽ വിഷമമുണ്ടാക്കുകയേ ഉള്ളൂ. ദേവിയെ അകത്തെ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തുമ്പോൾ അമ്മവും അമ്മാവനും അവളുടെ അടുത്തേക്ക് വന്നു. ദേവൻ്റെ ഓർമ്മകളിൽ നിന്നും ആ പാവം ഇപ്പോഴും മോചിതയായില്ലെന്ന് കണ്ടപ്പോൾ ഏവർക്കും ഹൃദയം പൊടിഞ്ഞ വേദന തോന്നി. ഇതിനെക്കുറിച്ചൊന്നും ആരും ഏട്ടത്തിയോട് ചോദിക്കണ്ട. ഹരി എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. അമ്മവും അമ്മയും ഒക്കെ മുഖമമർത്തി തുടച്ചു. മുഖത്തേക്ക് ശക്തമായി വെള്ളത്തുള്ളികൾ വീണപ്പോൾ തന്നെ ദേവി ഞരങ്ങിക്കൊണ്ട് കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ജയനെയാണ്. വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ജയനൊന്നും മിണ്ടിയില്ല. അവളെ പതിയെ എഴുന്നേൽപ്പിച്ചിരുത്തി. അമ്മു ദേവിയുടെ അടുത്തേക്ക് വന്നിരുന്നു. അവളുടെ മുഖം തൻ്റെ ഷോള് കൊണ്ട് തുടച്ചു കൊടുത്തു. എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ, നിനക്ക് സുഖമല്ലേ? എനിക്ക് അസുഖമൊന്നുമില്ല ഏട്ടത്തി. ഒരാഴ്ച കൂടി നിന്ന് സ്കാനിങ് കഴിഞ്ഞിട്ട് ദത്തേട്ടൻ്റെ വീട്ടിൽ പോകാമെന്ന് കരുതി. ഏട്ടത്തി എന്നെ കാണാൻ എന്തായാലും വന്നല്ലോ. എനിക്ക് സന്തോഷമായി. ദേവിയെ കെട്ടിപ്പിടിച്ചു അമ്മു. അമ്മ, എൻ്റെ അമ്മ.
അമ്മു ദേവിയെ കെട്ടിപ്പിടിക്കുന്നത് കണ്ട് മാതുമോൾ ഇടയിലൂടെ നൂണ്ടു. ദേവിയുടെ മടിയിൽ കയറിയിരുന്നു. അമ്മ ദേവിയുടെ തോളിലേക്ക് ചാരി കിടന്നു പെണ്ണ്. എൻ്റെ കുറുമ്പി, നിന്റെ അമ്മയെ ഇവിടെ ആരും എടുക്കില്ല. അമ്മു അവളുടെ മുഖത്തേക്ക് നോക്കി. മോൾ എന്തായാലും അല്പനേരം പോയി കിടക്ക്, ഭവാനിയമ്മ പറഞ്ഞു. വേണ്ടമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലൊരു കാര്യം ചെയ്യ്, ചായ കുടിക്ക്. ഭവാനിയമ്മ തന്നെ എല്ലാവർക്കും ചായ എടുത്തു കൊടുത്തു. ദേവിയും ചായ കുടിച്ചു. എന്തുകൊണ്ടോ അവൾക്ക് ജയൻ്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്ത വിഷമം തോന്നി. ഹരിയുടെ ഒപ്പമിരുന്ന് ജയൻ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവളുടെ നേർക്ക് നോട്ടം പാളി വീഴും. ദേവി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്ത് അമ്മുവിൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് ഒരുപാടുണ്ടല്ലോ ഏട്ടത്തി, ഇതൊക്കെ ഞാൻ എപ്പോൾ കഴിച്ചു തീർക്കാനാ? ഇതൊന്നും ഞാൻ വാങ്ങിയതല്ല, ഇതെല്ലാം കുട്ടേട്ടൻ വാങ്ങിയതാണ് നിനക്കായി. ഏട്ടത്തി ജയേട്ടനെ കുട്ടേട്ടൻ എന്നാണോ വിളിക്കുന്നത്? അവിടുത്തെ അമ്മ അങ്ങനെയാണ് വിളിക്കുന്നത്, അത് കേട്ട് പഠിച്ചതാണ്. അമ്മുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ ഏട്ടനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തുമാത്രം സന്തോഷിച്ചേനെ അല്ലേ ഏട്ടത്തി? പറച്ചിലിനോടൊപ്പം ഏങ്ങി കരഞ്ഞുകൊണ്ട് അവൾ ദേവിയുടെ തോളിലേക്ക് വീണു. ഒരു കൈ അവളെ ബലമായി ദേവിയുടെ ശരീരത്തിൽ നിന്നും പിടിച്ചു മാറ്റി. ഞാനില്ലേ മോളെ നിൻ്റെ ദേവേട്ടൻ്റെ സ്ഥാനത്ത്? എന്നെ അങ്ങനെ കാണാൻ നിനക്ക് കഴിയില്ലേ? അമ്മു നോക്കുമ്പോൾ ശരിക്കും അവളുടെ മുന്നിൽ ദേവൻ വന്ന് നിൽക്കുന്നത് പോലെ തോന്നി. ഞങ്ങളുടെ ഏട്ടൻ തന്നെയാ, ഞങ്ങളുടെ ദേവേട്ടൻ തന്നെയാണ്. അമ്മു കരച്ചിലിനിടയിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് ജയനെ കെട്ടിപ്പിടിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. ജയൻ്റെ കണ്ണും നിറഞ്ഞു തുളുമ്പിപ്പോയി ഒരു വേള. അത് കണ്ടു നിന്ന ഭവാനിയമ്മയും ഹരിയുമെല്ലാം സങ്കടമടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.